അങ്ങ് പശ്ചിമേഷ്യയിൽ സമാധാനമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. കാഞ്ചിയിൽ തന്നെയാണ് IRGCയുടെ വിരലുകൾ ഇപ്പോഴും. ഏത് നിമിഷം വേണമെങ്കിലും ഒരു യുദ്ധമുണ്ടായാൽ ഞങ്ങൾ തയ്യാറാണ് എന്ന് ഇറാൻ ആവർത്തിച്ചു പറയുന്നു. ഇപ്പോൾ പ്രധാനപ്പെട്ട പ്രശ്നക്കാരൻ എന്ന് ലോകം വിളിക്കുന്നത് ഇസ്രായേലിനെയാണ്. ഇസ്രായേൽ പറയുന്നത് വെടിനിർത്തലൊക്കെ ഒരു താൽക്കാലികം മാത്രമാണ്, വെടിനിർത്തൽ ഒരിക്കലും ഒരു യുദ്ധത്തിന്റെ അവസാനമല്ല, അതുകൊണ്ട് തന്നെ ഏത് നിമിഷം ഒരു യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ ഞങ്ങളും തയ്യാറാണ് എന്ന് ഇസ്രായേലും കടുപ്പിച്ചു പറഞ്ഞിരിക്കുകയാണ്. ഏതായാലും പശ്ചിമേഷ്യയിൽ സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള അന്താരാഷ്ട്ര നീക്കങ്ങൾക്ക് കനത്ത തിരിച്ചടി നൽകിക്കൊണ്ട് ഇറാൻ അമേരിക്ക വെടിനിർത്തൽ കരാർ തകർച്ചയുടെ വക്കിലെന്നാണ് റിപ്പോർട്ട്. ലബനനിൽ ഇസ്രായേൽ നടത്തിയ അതിശക്തമായ ബോംബാക്രമണങ്ങളും ഹോർമൂസ് കടലിടുക്കിൽ ഇറാൻ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളും മേഖലയെ വീണ്ടും ഒരു വൻ യുദ്ധത്തിന്റെ നിഴലിലാക്കിയിരിക്കുകയാണ്. മുന്നോട്ട് വെച്ച സമാധാന നിർദ്ദേശങ്ങൾ ലംഘിക്കപ്പെട്ടുവെന്ന് ആരോപിച്ച ഇറാൻ ഉടമ്പടിയിൽ നിന്ന് പിന്മാറാൻ ഒരുങ്ങുന്നതായാണ് സൂചന. ലബനൻ തലസ്ഥാനമായ ബെയ്റൂട്ടിൽ ഇസ്രായേൽ നടത്തിയ ഏറ്റവും വലിയ ഏകോപിത വ്യോമാക്രമണം കരാറിന്റെ ലംഘനമാണ് എന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരഗചി ആരോപിച്ചു. ലബനനിലെ ആക്രമണം തുടരുകയാണെങ്കിൽ വെടിനിർത്തലിൽ നിന്ന് പിന്മാറുമെന്ന് ഇറാൻ ഗാർഡുകൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. എന്നാൽ ലബനൻ ഈ വെടിനിർത്തൽ കരാറിന്റെ ഭാഗമല്ലെന്നാണ് അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും നിലപാട്. ഇത് ഇരുപക്ഷവും തമ്മിലുള്ള നയതന്ത്ര പോര് മുറുകാൻ കാരണമായി. ആഗോള എണ്ണ വിപണിയുടെ സിരയായ ഹോർമൂസ് കടലിടുക്കിൽ ഇറാൻ നിയന്ത്രണം കടുപ്പിച്ചത് ലോകരാജ്യങ്ങളെ ആശങ്കയിലാക്കുന്നുണ്ട്. ബുധനാഴ്ച രാവിലെ 2 ടാങ്കറുകളെ കടന്നുപോകാൻ അനുവദിച്ചെങ്കിലും ലബനനിലെ ആക്രമണത്തിന് പിന്നാലെ ഇറാൻ പാത വീണ്ടും അടച്ചു. അനുമതിയില്ലാതെ കടക്കാൻ ശ്രമിക്കുന്ന കപ്പലുകൾ തകർക്കുമെന്ന ഭീഷണിയും ടെഹ്റാൻ ഉയർത്തിയിട്ടുണ്ട്. കൂടാതെ ഓരോ കപ്പലിനും $20 ലക്ഷം വരെ ടോൾ ഏർപ്പെടുത്താനുള്ള ഇറാന്റെ നീക്കം എണ്ണക്കടത്തിനെ പ്രതിസന്ധിയിലാക്കും. ഇറാന്റെ 10 അംഗ സമാധാന പദ്ധതിയോടുള്ള പ്രതികരണം സമ്മിശ്രമാണ്. യുറേനിയം സമ്പുഷ്ടീകരണം ഇറാൻ അവസാനിപ്പിക്കണമെന്ന വൈറ്റ് ഹൌസ് വക്താവ് കരോലിൻ ലീവിന്റെ പ്രസ്താവനയെ ഇറാന്റെ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഖാലിബാഫ് തള്ളി. തങ്ങളുടെ വ്യവസ്ഥകൾ അംഗീകരിക്കാതെ സമാധാനം സാധ്യമല്ലെന്നാണ് ഇറാന്റെ പക്ഷം. ട്രംപിന്റെ ടോൾ സങ്കല്പത്തെ ബ്യൂട്ടിഫുൾ തിങ് എന്ന് അദ്ദേഹം വിശേഷിപ്പിച്ചെങ്കിലും സ്വന്തം പാർട്ടിയിൽ നിന്ന് തന്നെ അദ്ദേഹത്തിന് കനത്ത വിമർശനം നേരിടേണ്ടി വരുന്നുണ്ട്. റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ പ്രമുഖരായ ലിൻഡ്സെ ഗ്രഹാം ഉൾപ്പെടെയുള്ളവർ സമാധാന കരാറിനെതിരെ രംഗത്തെത്തിയിട്ടുണ്ട്. ഇറാനെ വിശ്വസിക്കാൻ കൊള്ളില്ലെന്നും യുറേനിയം സമ്പുഷ്ടീകരണം പൂർണ്ണമായും അവസാനിപ്പിക്കാതെ കരാറിൽ ഒപ്പിടുന്നത് രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയാണെന്നും അവർ വാദിക്കുന്നു. പാകിസ്ഥാൻ മധ്യസ്ഥയിൽ JD വാൻസ് നടത്തിയ നീക്കങ്ങളെ കോൺഗ്രസിൽ ചോദ്യം ചെയ്യാനാണ് ഇവരുടെ നീക്കം. ട്രംപ് അനുകൂലികളായ പലരും ഈ കരാർ ഇറാന് മുന്നിൽ കീഴടങ്ങുന്നതിന് തുല്യമാണ് എന്ന് വിമർശിക്കുന്നു. മേഖലയിലെ മറ്റ് രാജ്യങ്ങളെയും യുദ്ധഭീതി ബാധിച്ചു തുടങ്ങിയിട്ടുണ്ട്. സൗദി അറേബ്യയുടെ കിഴക്കൻ പടിഞ്ഞാറൻ എണ്ണ പൈപ്പ് ലൈനിന് നേരെ ഡ്രോൺ ആക്രമണം നടന്നത് സ്ഥിതിഗതികൾ വഷളാക്കി. കുവൈത്ത് വ്യോമസേന 28 ഡ്രോണുകളെ തടഞ്ഞതായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഊർജ്ജ നിലയങ്ങളെയും ജലശുചീകരണശാലകളെയും ലക്ഷ്യം വെച്ചുള്ള ഈ നീക്കങ്ങൾ സൗദി അറേബ്യയും UAEയും പ്രകോപിപ്പിച്ചിട്ടുണ്ട്. ഹോർമൂസ് കടലിടുക്കിന്മേൽ ഇറാന്റെ നിയന്ത്രണം ഒരു കാരണവശാലും അനുവദിക്കില്ല എന്ന് സൗദി അനുകൂല നിരീക്ഷകർ വ്യക്തമാക്കുന്നു. ലബനനിലെ സ്ഥിതി അതീവ ഗുരുതരമായി തുടരുകയാണ്. ഇസ്രായേൽ സൈന്യം ഒരേ സമയം 100-ലധികം ഹിസ്ബുള്ള കേന്ദ്രങ്ങൾ തകർത്തതായാണ് അവകാശപ്പെടുന്നത്. ബെയ്റൂട്ടിലെ ജനവാസ മേഖലകളിൽ നടന്ന ആക്രമണത്തിൽ നിരവധി സാധാരണക്കാർ കൊല്ലപ്പെട്ടു. ഈ ആക്രമണത്തെ അധിനിവേശ പദ്ധതി എന്നാണ് ഇറാഖും പാകിസ്ഥാനും വിശേഷിപ്പിച്ചത്. ലബനനെ കരാറിൽ ഉൾപ്പെടുത്താത്തതിനെതിരെ ഇറാൻ കടുത്ത നിലപാടിലാണ്. അമേരിക്കൻ പ്രതിസന്ധികൾ ചർച്ചകൾക്കായി പാകിസ്ഥാനിലേക്ക് തിരിക്കാനിരിക്കെയാണ് ഇത്രയും വലിയൊരു വിള്ളൽ കരാറിൽ ഉണ്ടായിരിക്കുന്നത്. വൈസ് പ്രസിഡന്റ് JD വാൻസ്, ജാരദ് കുഷ്നർ തുടങ്ങിയവർ ഇസ്ലാമാബാദിൽ എത്തുന്നതോടുകൂടി പുതിയൊരു സമവായത്തിന് ശ്രമിക്കുമെങ്കിലും ലബനനിലെ സാഹചര്യം ഇതിന് തടസ്സമാകും. വിദേശ ഫണ്ടുകളും ആയുധക്കടത്തും തടയാൻ കപ്പലുകൾ പരിശോധിക്കേണ്ടതുണ്ടെന്നാണ് ഇറാന്റെ വാദം. എണ്ണവിലയിൽ ഉണ്ടായ വൻ ഇടിവ് ആഗോള വിപണിക്ക് താൽക്കാലിക ആശ്വാസം നൽകുന്നുണ്ടെങ്കിലും ഹോർമൂസ് കടലിടുക്കിലെ അനിശ്ചിതത്വം ഈ നില നീണ്ടു നിൽക്കാൻ അനുവദിക്കില്ല. ബ്രെന്റ് ക്രൂഡ് വിലയിൽ 13% ഇടിവുണ്ടായിട്ടുണ്ടെങ്കിൽ ടോൾ ഏർപ്പെടുത്തിയതോടുകൂടി വില വീണ്ടും ഉയരാൻ സാധ്യതയുണ്ട്. കപ്പൽ ഗതാഗത ഭീമന്മാരായ ഈ മേർസ്ക് പോലെയുള്ള കമ്പനികൾ മേഖലയിൽ കനത്ത ജാഗ്രത പാലിക്കാൻ നിർദ്ദേശിച്ചിരിക്കുകയാണ്. ഇറാനിലെ എൻഗെലാബ് സ്ക്വയറിൽ അമേരിക്കൻ ഇസ്രായേൽ പതാകകൾ കത്തിച്ച് പ്രതിഷേധം നടന്നത് ഭരണകൂടത്തിന് മേലെയുള്ള സമ്മർദ്ദം വ്യക്തമാക്കുന്നു. സൈന്യവും തീവ്ര നിലപാടുകളുള്ള നേതാക്കളും യുദ്ധത്തിന് തയ്യാറെടുക്കുമ്പോൾ നയതന്ത്രജ്ഞർക്ക് എത്രത്തോളം മുന്നോട്ടു പോകാൻ കഴിയുമെന്ന്
കണ്ടറിയണം. ഹോർമൂസ് കടലിടുക്കിനെ ടെഹ്റാൻ ടോൾ ബൂത്ത് ആക്കി മാറ്റാൻ അനുവദിക്കില്ല എന്ന ഉറച്ച നിലപാടിലാണ് അമേരിക്കൻ പ്രതിരോധ വിഭാഗം. പശ്ചിമേഷ്യയിലെ ഈ പുതിയ സംഭവ വികാസങ്ങൾ റഷ്യയും ചൈനയും എങ്ങനെ ഉപയോഗപ്പെടുത്തും എന്നതും ലോകം ഉറ്റുനോക്കുന്നുണ്ട്. ഇറാന്റെ സൈനിക ശേഷി വീണ്ടെടുക്കാൻ ഈ രാജ്യങ്ങളുടെ സഹായം ലഭിക്കുമെന്ന ആശങ്ക അമേരിക്കൻ കോൺഗ്രസിൽ അംഗങ്ങൾ പങ്കുവെക്കുന്നു. 8-10 വർഷങ്ങൾക്കുള്ളിൽ ഇറാൻ കൂടുതൽ വലിയ ഭീഷണിയായി വളരണമെന്നാണ് ഇവരുടെ മുന്നറിയിപ്പ്. ചുരുക്കത്തിൽ ട്രംപിന്റെ വിജയ പ്രഖ്യാപനങ്ങൾക്ക് അപ്പുറം പശ്ചിമേഷ്യയിലെ മണ്ണ് ഇപ്പോഴും പുകയുകയാണ്.